ജീവൻ മുക്തി വിവേകം വിദ്വത് സന്യാസ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. വിദ്വത് സന്യാസ അധികാരി ജീവൻ മുക്തിയുടെ സ്വരൂപം, പ്രമാണം, സാധനം, പ്രയോജനം എന്നിവ വിവരിച്ചു കഴിഞ്ഞു. ഇനി ജീവൻ മുക്തിയെ പ്രസിദ്ധമാക്കി തീർക്കാൻ കഴിവുള്ള വിദ്വത് സന്യാസമാണ് വിവരിക്കാനുള്ളത്. വിദ്വത് സന്യാസത്തെക്കുറിച്ച് പരമഹംസ ഉപനിഷത്ത് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഉപനിഷത്ത് തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് വിദ്വത് സന്യാസം മനസ്സിലാക്കാൻ ശ്രമിക്കാം. വിദ്വത് സന്യാസത്തെക്കുറിച്ച് ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഉപനിഷത്ത് ആരംഭിക്കുന്നത്. അഥ യോഗിനാം പരമഹംസാനാം കോയം മാർഗസ്തേഷാം കാം സ്ഥിതിരിതി നാരദോ ഭഗവന്തമുപഗത്യോ വാച. ഇതാണ് ചോദ്യം. അനന്തരം യോഗിമാരായ പരമഹംസന്മാരുടെ മാർഗമെന്ത്, അവരുടെ സ്ഥിതി എന്ത് എന്നിങ്ങനെ നാരദൻ പിതാവായ ബ്രഹ്മാവിനോട് ചോദിച്ചു. വിദ്വത് സന്യാസത്തെക്കുറിച്ചാണ് ചോദ്യം. ആരാണ് വിദ്വത് സന്യാസത്തിന് അധികാരി? വ്യക്തമായ തത്വജ്ഞാനമുണ്ടായി, എന്നാൽ ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നതു നിമിത്തം മനസ്സ് വിക്ഷേപങ്ങളിൽപ്പെട്ട് ചലിക്കാനിടവരുന്നു. പൂർണ്ണമായ മനോവിശ്രാന്തി വേണമെന്നുണ്ടുതാനും. അങ്ങനെയുള്ളയാളാണ് വിദ്വത് സന്യാസത്തിന് അധികാരി. ഈ അധികാരിയെ സൂചിപ്പിക്കാനാണ് ഉപനിഷത്ത് അനന്തരം എന്ന അർത്ഥത്തിലുള്ള അധ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. കേവല യോഗിയെയും കേവല പരമഹംസനെയും ഒഴിവാക്കാനാണ് യോഗിമാരായ പരമഹംസന്മാർ എന്ന് രണ്ടു പദം പ്രയോഗിച്ചിരിക്കുന്നത്. കേവല യോഗിക്ക് തത്വജ്ഞാനമില്ല. അദ്ദേഹം ത്രികാലജ്ഞാനം, ആകാശഗമനം തുടങ്ങിയ യോഗസിദ്ധികൾ കൊതിക്കുന്നു. അവ നേടാനായി സദാ പ്രത്യേക രീതിയിലുള്ള ചില തപസ്സുകൾ അനുഷ്ഠിച്ച് കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിൽ നിന്നും ഭ്രംശിക്കാൻ ഇടവരുന്നു. തേ സമാധാവുപസർഗാഃ വ്യുത്ഥാനേ സിദ്ധയഃ എന്ന സൂത്രം കൊണ്ട് പതഞ്ജലി ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിദ്ധികൾ സമാധിക്ക് വിഘ്നങ്ങളും ലോകവ്യവഹാരത്തിന് അനുകൂലങ്ങളുമാണത്രേ. ലോകവ്യവഹാരത്തിന് അനുകൂലങ്ങളുമാണെന്നത്രേ സൂത്ര താൽപ്പര്യം. കേവല പരമഹംസനാകട്ടെ തത്വജ്ഞാനം നിമിത്തം യോഗസിദ്ധികൾ നിസ്സാരങ്ങളെന്നു കണ്ട് അവയെ പുറന്തള്ളുന്നു. ചിതാത്മാവിൽ ഇങ്ങനെ മായ പലതും പ്രദർശിപ്പിക്കും എന്നറിഞ്ഞ് ആശ്ചര്യങ്ങളിൽ അദ്ദേഹം കൗതുകിയായി ഭവിക്കുന്നില്ല. വിരക്തനാണെങ്കിലും കേവല പരമഹംസൻ ബ്രഹ്മാനുഭവ ദാർഢ്യം നിമിത്തം വിധി നിഷേധങ്ങളെ കൂട്ടാക്കുന്നതേയില്ല. ഗുണാതീതന്മാർക്ക് വിധിയെന്ത്, നിഷേധമെന്ത്? ശ്രദ്ധാലുക്കളായ ശിഷ്ടന്മാർ അങ്ങനെയുള്ള പരമഹംസന്മാരെ ദുഷിച്ചു എന്നു വരാം. കലിയുഗത്തിൽ എല്ലാവരും ബ്രഹ്മത്തെക്കുറിച്ച് പ്രസംഗിക്കും. എന്നാൽ ആ സത്യത്തെ അനുസരിക്കുന്നവർ തുലവും കുറയും. വായും വയറുമാണ് എല്ലാവർക്കും പ്രധാനം എന്നീ മട്ടിലായിരിക്കും ദോഷദർശനത്തിൻ്റെ പോക്ക്. കലിയുഗത്തിൽ എല്ലാവരും ബ്രഹ്മത്തെക്കുറിച്ച് പ്രസംഗിക്കും. എന്നാൽ ആ സത്യത്തെ അനുസരിക്കുന്നവർ തുലവും കുറയും. വായും വയറുമാണ് എല്ലാവർക്കും പ്രധാനം എന്നീ മട്ടിലായിരിക്കും ദോഷദർശനത്തിൻ്റെ പോക്ക്. യോഗിയായ പരമഹംസനിൽ മേൽക്കാണിച്ച രണ്ട് ദോഷങ്ങളും സംഭവിക്കുന്നതല്ല. മാത്രമല്ല മറ്റൊരതിശയം കാണുവാനും ഉണ്ടാവും. രാമൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായി ഈ അതിശയം എന്താണെന്ന് വസിഷ്ഠൻ വിവരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജീവൻ മുക്തനിൽ മാത്രം കാണാവുന്ന പ്രത്യേകത എന്താണെന്നത്രേ രാമൻ്റെ ചോദ്യം. നമുക്ക് വസിഷ്ഠൻ്റെ മറുപടി എന്താണെന്ന് നോക്കാം. ജ്ഞാനി ഈ ലോകത്തിൽ ഒന്നിലും ഒരു പ്രത്യേകത കാണുന്നില്ല. അദ്ദേഹം സദാ നിത്യതൃപ്തനായി, ശാന്തനായി, ആത്മനിഷ്ഠനായി കഴിഞ്ഞുകൂടുന്നു. മന്ത്രസിദ്ധന്മാർക്കും തപസ്സിദ്ധന്മാർക്കും
യോഗസിദ്ധന്മാർക്കുമുള്ളതാണ് ആകാശഗമനാദി സിദ്ധികൾ. അതിൽ അപൂർവമായി ഒന്നുമില്ല. ജ്ഞാനിക്ക് ഒന്നിലും കൊതിയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് സദാ നിർമ്മലമായി നീരാഗമായി വർത്തിക്കുന്നു. മൂഢന്മാരുടെ രാഗമില്ലായ്മ അല്ല ഇത്. മൂഢന്മാരുടെ രാഗമില്ലായ്മയല്ലിത്. സംസാരഭ്രമത്തിൽ നിന്നും നിവൃത്തനായി മനോനാശം നേടിയ ജ്ഞാനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന് കാമം, ക്രോധം, വിഷാദം, മോഹം, ലോഭം തുടങ്ങിയ ആപത്തുകൾ ദിവസം പ്രതി സമർത്ഥമാം വണ്ണം കുറഞ്ഞു വരുന്നു. ഇതുതന്നെയാണ് ഒരു പ്രത്യേകത. ഈ പ്രത്യേകതയുള്ളവരും മുൻപറഞ്ഞ 2 ദോഷങ്ങളും മാറിക്കിട്ടിയവരുമായ യോഗികളായ പരമഹംസന്മാരുടെ മാർഗവും സ്ഥിതിയും എന്തെന്നാണ് നാരദൻ്റെ ചോദ്യം. അവരുടെ വേഷമെന്ത്, ഭാഷയെന്ത്, എന്നൊക്കെയാണ് ചോദ്യ താത്പര്യം. ചിത്തശമന രൂപത്തിലുള്ള ആന്തരധർമ്മമാണ് സ്ഥിതി. തം ഭഗവാനാഹ എന്ന 2ാം സൂത്രം കൊണ്ട് മറുപടി അവതരിപ്പിക്കുകയാണ് ഉപനിഷത്ത്. നാരദനോട് ഭഗവാൻ പറഞ്ഞു, എന്താണ് സൂത്ര താൽപ്പര്യം? പറയാൻ പോകുന്ന മാർഗത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കാനായി ഉപനിഷത്ത് 3ാം സൂത്രം കൊണ്ട് മാർഗത്തെ പ്രശംസിക്കുന്നു. 3ാം സൂത്രം ഇതാണ്: സോയം പരമഹംസാനാം മാർഗോ ലോകേ ദുർലഭതരോ നതു ബാഹുല്യ. ചോദ്യവിഷയമായ മാർഗം പരമഹംസന്മാർക്കും ഈ ലോകത്ത് അത്യന്ത ദുർലഭമാണ്, അധികമായി കാണാനേയില്ല. പരമകാഷ്ഠയിലെത്തിയ പരമഹംസ വൈരാഗ്യം ഈ ലോകത്ത് ഏറെക്കുറെ അസാധ്യമായതുകൊണ്ടാണ് അത്യന്ത ദുർലഭം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ച് തീരെ കാണുവാനില്ല എന്ന് കരുതരുത്. അത് സൂചിപ്പിക്കാനാണ് അധികമായി കാണുവാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പരമഹംസ മാർഗം ദുർലഭതരമാണെങ്കിൽ അതിനുവേണ്ടി ഇത്ര പ്രയാസം എന്തിന് എന്ന് ശങ്ക വരാം. ഈ സംശയം പരിഹരിക്കാനാണ് 4ാം സൂത്രം. യദ്യേകോ ഭവതി സയേവ നിത്യപൂതസ്ഥഃ സയേവ വേദപുരുഷ ഇതി വിദുഷോ മന്യന്തെ. ഇതാണ് 4ാം സൂത്രം. അങ്ങനെയുള്ളയാൾ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ നിത്യശുദ്ധനും വേദവേദ്യനുമായ സാക്ഷാത് പരമാത്മാവായി തന്നെ പണ്ഡിതന്മാർ കണക്കാക്കുന്നു എന്നാണ് സൂത്ര താത്പര്യം. പരമഹംസ പദവി സുലഭമല്ലെന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിന് മനുഷ്യരിൽ ഒരാളായിരിക്കും സത്യം കാണാൻ യത്നിക്കുന്നത്. അങ്ങനെ യത്നിക്കുന്നവരിൽ തന്നെ വല്ലപ്പോഴും ഒരാളായിരിക്കും ആ സത്യം യഥാർത്ഥമായി കണ്ടെത്തുന്നത്. ഈ ന്യായമനുസരിച്ച് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും യോഗിയായ ഒരു പരമഹംസൻ ഉണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം നിത്യപൂതനാണ്, ആത്മാവ് അപഹത പാപനാണ് എന്ന ചാന്തോക്യ ഉപനിഷത്ത് പ്രഖ്യാപനമനുസരിച്ച് നിത്യപൂതൻ പരമാത്മാവാണ്. കേവല യോഗിയെയും കേവല പരമഹംസനെയും മാറ്റി നിർത്താനാണ് സൂത്രത്തിൽ ഏവ എന്ന് ഉറപ്പിച്ചിരിക്കുന്നത്. കേവലയോഗി നിത്യപൂതമായ പരമാത്മാവിനെ അറിയുന്നുണ്ട്. പക്ഷേ ചിത്തവിശ്രാന്തിയില്ലാതെ ബഹിർമുഖനായി കഴിയുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മനിഷ്ഠയ്ക്ക് ഉറപ്പില്ല. വേദത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പുരുഷനാണ് വേദപുരുഷൻ. സൂത്രത്തിൽ വിദ്വാൻമാരെന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മനിഷ്ഠയുടെ ഫലമായി ഉണ്ടാകുന്ന ചിത്തവിശ്രാന്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രത്തിൽ പാരംഗതരായവർ എന്ന അർത്ഥത്തിലാണ്. പരമഹംസന്മാർ ബ്രഹ്മനിഷ്ഠന്മാരാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. വിദ്വാൻമാരാകട്ടെ അതുകൊണ്ട് തൃപ്തരാകാതെ പരമഹംസന്മാർ സാക്ഷാത് ബ്രഹ്മം തന്നെയാണെന്ന് പ്രഖ്യാപിക്കുന്നു. ദർശനാദർശനേ ഹിത്വാ സ്വയം കേവലരൂപതഃ യസ്തിഷ്ഠതി സതു ബ്രഹ്മൻ ന ബ്രഹ്മവിത് സ്വയം. കാണുക, കാണാതിരിക്കുക എന്ന സ്ഥിതി വിട്ട് സദാ സ്വയം കൈവല്യം അനുഭവിക്കുന്നയാൾ സാക്ഷാത് ബ്രഹ്മം തന്നെയാണ്. അദ്ദേഹത്തെ ബ്രഹ്മത്തെ അറിയുന്നയാൾ എന്ന് പറഞ്ഞാൽ മതിയാകുന്നതല്ല. അതുകൊണ്ട് വിദ്വത് സന്യാസത്തിന് പ്രയോജനം ഇല്ലെന്ന് ശങ്കിക്ക പോലും പാടില്ല. എന്താണ് പരമഹംസ സ്ഥിതി? ഓഡിയോ ബുക്ക്
തുടരുന്നതാണ്.